നമ്മളിപ്പോൾ ഉള്ളത് തനലോട്ട് ടെമ്പിളിലാണ്. ബാലിയിൽ വന്നു കഴിഞ്ഞാൽ വന്ന് കാണേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. കടലിനകത്താണ് അടിപൊളി ഒരു സീനറി. എവിടെ നിന്നാൽ ബാലിയിൽ വന്നാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ടെമ്പിൾ. ടെമ്പിളിലോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് നടന്ന് കാണാനുള്ള ഒത്തിരി പ്രകൃതി രമണീയമായ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അത് കാണാനാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അതാണ് അമ്പലം ആ കാണുന്നത്. സൺസെറ്റ് കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഇങ്ങനെ കടലിനകത്ത് നിൽക്കുന്ന ഈ ഒരു സംഭവമൊക്കെ കാണാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്, ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ. ഇവിടുത്തെ ഒരു സംഭവം ഒന്ന് വേറെ തന്നെ. മേലോട്ടെല്ലാം റെസ്റ്റോറൻറ്റുകളാണ്. ഇതിൻ്റെ മേളിൽ മുഴുവൻ റെസ്റ്റോറൻറ്റ് അടുപ്പിച്ച് അങ്ങേ അറ്റം വരെ കിടിലൻ റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സീയുടെ ഈ മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ. അതാണ് ടെമ്പിൾ. നമ്മളിപ്പോൾ നിന്ന സ്ഥലത്ത് ഈ താഴെയാണ് അവിടെ. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങി ഇതിനകത്തൂടെ ഈ മേളിലത്തെ ഈ മലയുടെ ഇവിടെ വന്നത്. ഇവിടെ മുഴുവൻ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, സൺസെറ്റ് കാണാനും ഒക്കെ. റെസ്റ്റോറൻറ്റും മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ് ഈ കാണുന്നത്. മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ് ഈ ഏരിയ മുഴുവൻ. അങ്ങോട്ട് മുഴുവൻ റെസ്റ്റോറൻറ്റ്. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ അത് സെറ്റാക്കി കൊടുത്തിരിക്കുന്നത്. പെനാത്തറാൻ മാദ്യ പുര ലുഹൂർ തനാലോട്ട്. ഇതാണ് തനാലോട്ട് ടെമ്പിൾ. നോ എൻട്രിയ. അമ്പലത്തിനുള്ളിൽ ഈ ബാലി ടീമുകൾ മാത്രമേ വരത്തുള്ളൂ, സ്പെഷ്യൽ ട്രൈബ്സ്. അവരുടെ അമ്പലമാണിത്. ഇതാണ് അമ്പലം ഈ ഭാഗത്തെ തനാലോട്ട്. നമുക്കകത്തോട്ട് പ്രവേശനമില്ല ഫോറിനേഴ്സിന്. നമുക്ക് അകത്തോട്ട് പോകാം കുറേയും കൂടെ ദൂരെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിന്നെയും സിയുടെ ആ ഒരു കാഴ്ച കാണാം. തനാലോട്ട് ടെമ്പിളിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നീങ്ങുവാണ്. ബാലിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. ഓരോന്നിനും ഒരു പൈസ മേടിച്ചിട്ടാണ് ഇതിനകത്ത് എൻട്രി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രാദേശികവാസികൾ ഈ ഒരൊറ്റ ടൂറിസ്റ്റ് സ്പോട്ട് കൊണ്ട് ജീവിക്കും. അവർക്ക് കാര്യമായിട്ട് ഇവിടുന്ന് വെളിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പാമ്പിനെ വെച്ചിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ടീക്കട കയറി. എന്നിട്ട് ടീക്കട കയറിയിട്ട് നമ്മൾ ഇവിടുത്തെ കുറേ ടീകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 41,000 എന്ന് പറയുമ്പോഴത്തേക്കും 10 റിയാൽ 2 ടീക്ക്. അത് വാങ്ങി നമ്മളിത് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവർ കടകളെല്ലാം ഓരോന്നോരോന്നായിട്ട് അടച്ചു. ഇതിന് തൊട്ടപ്പുറം ഒരു തുണിക്കടയുണ്ട്, നല്ല രസമുണ്ടാണ്. പക്ഷേ ഇവർ അടയ്ക്കുക. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇരുട്ടി. ആൾക്കാരെല്ലാം തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ഐസ് ടീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉണ്ടാക്കി കഴിഞ്ഞു. സത്യത്തിൽ ഈ കാണുന്ന കടകളുടെയൊക്കെ പുറകിൽ ഇവരുടെ വീടുണ്ട്.
ഇവർ അടച്ചിട്ട് നേരെ അതിനകത്ത് ഡോറ് തുറന്ന് അകത്തോട്ടങ്ങ് പോവുകയാണ്. അപ്പം ഇവരിവിടെ തന്നെ താമസിക്കുന്ന ഇവരെല്ലാം മോസ്റ്റ്ലി ആൾക്കാർ. നമ്മളങ്ങനെ ഇറങ്ങി തിരിക്കുകയാണ്. കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. എല്ലാം പാക്കപ്പ് ചെയ്തു. 7 മണിയായി. വെൽക്കം ടു താനാലോട്ട് ടെമ്പിൾ. ഇവിടെയൊക്കെ ചെറിയ ഈ തട്ടുകട പോലത്തെ റെസ്റ്റോറൻറ്റുകളാണ് അമ്പലത്തിൻ്റെ സൈഡിൽ മുഴുവൻ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഇവിടാണ്. ഇതാണ് വണ്ടി പാർക്ക് ചെയ്തത്. കടകളെല്ലാം അടച്ചു. നമ്മളങ്ങനെ ടെമ്പിളിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നത് ഈ ഒരു റിസോർട്ടിലോട്ടാണ്. ഈ റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇപ്പം നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം അടുത്ത് വരുന്നൊരു റിസോർട്ട് നോക്കി മിഡിലാണ് ഈ റിസോർട്ട്. ഇവിടെയാണ് നമ്മളിപ്പം ബുക്ക് ചെയ്തത്. ഭയങ്കര ഒരു കാട് പോലത്തെ പ്ലേസിലാണ്, ഒരു കുന്നൊക്കെ ഉള്ള ഒരു പ്ലേസിലാണ്. ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് രാവിലെ നമുക്ക് നോക്കാം. നമ്മുടെ റിസോർട്ട് ഇതാണ്. നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലമാണിത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും 8 മണിയായി. അത് കാരണം തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല, എല്ലാം ഇരുട്ടാ. ഭുവന എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. വലിയ ചേമ്പും എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു സ്വിമ്മിംഗ് പൂളാണ്. നമ്മുടെ ശൈലത ഇതാ ഇപ്പോൾ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതാണ് റൂം. കംപ്ലീറ്റ് തടി കൊണ്ടാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന 2 ദിവസം താമസിക്കുന്ന റിസോർട്ട് ഭുവന. ഒരു ഫോറസ്റ്റിനകത്തിരിക്കുന്ന പോലെയുള്ള പ്രതീതിയാണ്. ഇതാണ് ബാത്റൂം. നൈസ് ബാത്റൂം. നല്ല അടിപൊളി സെറ്റപ്പിലാണ്. ലെഗ് മസാജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 11 മണിയാകുമ്പോഴത്തേക്കെല്ലാം ക്ലോസ് ആകുമെന്ന് പറഞ്ഞ് ഇപ്പം പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലാണ് വന്നിട്ട് ഇത് ചെയ്തത്, ഹെഡ് മസാജ്. ഇപ്പം വന്നിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് മങ്കി ഫോറസ്റ്റ് പോകുന്ന ആ ഒരു റൂട്ടാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മങ്കി ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ ബാലിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പോയി കാണുന്ന ഒരു പ്ലേസ് ഉണ്ട്, മങ്കി ഫോറസ്റ്റ്. ആ സ്ഥലമാണ് നമ്മുടെ റിസോർട്ട്. ഇവിടുന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ. നമ്മൾ ഒബൂദിലാണ് ഇന്ന് ഉള്ളത്. ഒബൂദിൽ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 11 മണിയായി. ഓൾമോസ്റ്റ് ഈ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടയ്ക്കും. ലാസ്റ്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണിയാണ്. ഇതാണ് അതിൻ്റെ ബാറ്. ഓൾമോസ്റ്റ് ഇപ്പോൾ അടയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇവിടോട്ട് കയറിയതാണ്. ഹോട്ടലിൽ കൊണ്ടുവന്ന് ലഗേജ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്.
അവിടെ പോയി ഒരു ലെഗ് മസാജ് ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഉബുദ് സിറ്റിയിലുള്ള ടൗണിലുള്ള കാർ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 11 മണി വരെ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം സിംഗിൾ ചെറിയ റോഡുകൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നീ റോഡിൽ പാർക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഇപ്പോൾ നമ്മൾ റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആൾക്കാരെല്ലാം അതേ കണ്ടില്ലേ, എല്ലാം വെള്ളക്കാരാണ്. ഇവിടെ മൊത്തം വെള്ളക്കാരാണ്. വേറെ ആരും നമുക്ക് ഈ ഒരു സിറ്റി കാണാനേ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരായിട്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മുഴുവൻ വെള്ളക്കാരതെ നടന്നു പോകുന്നതൊക്കെ ഉണ്ടോ, മുഴുവൻ വെള്ളക്കാരാണ്. കാബൂരിയിൽ നിന്നപ്പോൾ അവിടെ വെള്ളക്കാരും ഉണ്ടായിരുന്നു. നമ്മുടെ റിസോർട്ടിൽ മുഴുവൻ വെള്ളക്കാരുണ്ടായിരുന്നു. ബട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റ് നാഷണാലിറ്റീസിനെയൊക്കെ നമുക്ക് കാണുന്നു. പക്ഷേ ഇവിടെ ഉബൂദിൽ വന്നാൽ എനിക്ക് തോന്നുന്നത് 80% 90% പോകുന്ന മുഴുവൻ വെള്ളക്കാരാണ്. മുഴുവൻ വെള്ളക്കാർ അവരുടെ ഏരിയയാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മളിപ്പം ഇന്നെടുത്തിരിക്കുന്ന റിസോർട്ടും അതുപോലത്തെ ഒരു റിസോർട്ടാണ്. അവിടെ ഇതുപോലൊക്കെ തന്നെയാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഒരു പ്ലേസാണ്. രാവിലെ സമയം 8:30 മണിയായി. ഈ ഒരു കാട് പോലത്തെ പ്ലേസിലാണ് നമ്മളുടെ റിസോർട്ട്. ഇത് നമ്മൾ താമസിക്കുന്ന ഒരു ചെറിയൊരു ഒരു ഷലേ പോലത്തെ ഒരു കോട്ടേജാണ്. അതിന് തൊട്ട് മുന്നിലാണ് സ്വിമ്മിംഗ് പൂള്. ഭയങ്കര ക്വയറ്റായിട്ടുള്ള പ്ലേസ്, അടിപൊളി. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കയറുന്നതിന് മുമ്പ് കുളിച്ചിട്ട് വേണം കയറാൻ. അതിനുശേഷം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയത് കിഡ്സ് പൂളാണ്. സൈലൻ്റാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, രാവിലെയല്ലേ. നമ്മൾ രാവിലത്തെ ട്രിപ്പ് തുടങ്ങുകയാണ്. ഒരു ടെമ്പിൾ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. പേര് അതികഠിനമാണ് പറയാൻ, ശ്രമിച്ചു നോക്കാം. ഉലാൻ ദാനു ബറാത്താൻ ടെമ്പിളാണ്. ഉലാൻ ദാരു ബറാത്താൻ ടെമ്പിൾ. ഇവിടെ 40 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് തിരികെ വരുമെന്നും അറിയില്ല. ഉലൻ ദാനു ബറാത്താൻ ടെമ്പിളിലോട്ട് പോകുന്ന ഫസ്റ്റ് എൻട്രിയാണ്. ആ കാണുന്ന ആ കവാടത്തിലോട്ടായിരിക്കണം പോകേണ്ടത്, ടെമ്പിളിൻ്റെ അങ്ങോട്ട്. അതിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ഈ കാണുന്നതൊക്കെ. അതിമനോഹരമാണ്, അതിമനോഹരം. നേരിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെ. ക്യാമറയിൽ കൂടെ കാണുമ്പോഴും ഭംഗി തന്നെയാണ്. ഇവിടെ നൈസ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഇവരിതെല്ലാം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ പൈസ മേടിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഓരോ സംഭവത്തിലും ചെയ്യാവുന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് ഇപ്പം. മഴയുടെ ഒരു കോളുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചൂടില്ല. അത്യാവശ്യം ഒരു തണുത്ത കാറ്റുണ്ട്. ഫ്രണ്ടിൽ ആ ലേക്കിൽ നിന്ന് വരുന്ന കാറ്റുണ്ട്. ചെറിയ കോട വന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. അവിടെയൊക്കെ കാണാം ആ മലമുകളിൽ. ഫോട്ടോഷൂട്ട് നടക്കുന്നത്
2,50,000 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫാമിലിക്ക് നിൽക്കാം. ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് 2 കിഡ്സ്. അവർ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് ഇവിടെ ഫോട്ടോഷൂട്ട് എടുത്ത് നിൽക്കുക. വാ വിട്ടോ. ഇവിടെ മുഴുവൻ ഇൻ്റർനാഷണൽ സ്കൂളിലെ പിള്ളേരാണ്. മൊത്തം 3-4 സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരാന്ന് തോന്നുന്നു ഇതൊക്കെ. മഴയോ മഴ. ഓണ്ടക് റൈജിൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ. ഇവിടെ ബാലിയിൽ വന്നാൽ ഈ സ്ഥലം മുഴുവൻ കംപ്ലീറ്റ്ലി റെസ്റ്റോറൻറ്റുകളാണ്. ഇതാ മങ്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്നോട് teppanyaki live cooking. My God, we are in a teppanyaki restaurant, live cooking. കുക്കിങ് കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ റെസ്റ്റോറൻറ്റ് ഓർമ്മ വരുവാണ്. ജദ്ദയിലുണ്ടായിരുന്ന ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒസാക്ക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ലൈവ് കുക്കിംഗ്. പക്ഷേ ഇതിപ്പം ഓപ്പണായിട്ട് ഇങ്ങനെ ജനറലായിട്ടാണ് ഇരിക്കുന്ന ബാറ്. നമുക്ക് സുഷി ബാർ ഇതുപോലെ ഉണ്ടായിരുന്നു, ലൈവായിട്ട് ഫ്രണ്ടിൽ സുഷി ഉണ്ടാക്കി കൊടുക്കുന്ന ബാറ്. പിന്നെ ഓരോ ടേബിളിനും നമുക്ക് തെപ്പന്യാക്കി ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം 4 തെപ്പന്യാക്കി ടേബിളാണ് കൊടുത്തിരിക്കുന്നത്, അല്ല 3 എണ്ണം. നമുക്കവിടെ 5 എണ്ണം ഉണ്ടായിരുന്നു ഇതുപോലത്തെ സാധനം, ലൈവ് കുക്കിംഗ്. നമ്മളൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു സ്റ്റേക്കും തെപ്പനിയാക്കിയും, പിന്നെ അതുപോലെ ഒരു ചിക്കൻ തെപ്പനിയാക്കിയും, അതുപോലെ ഒരു ഫ്രൈഡ് റൈസും, പിന്നെ ഒരു സൂപ്പും, അതുപോലെ തന്നെ ഒരു ജാപ്പനീസ് വോഡ്ക അതും, പിന്നെ ഒരു സെറ്റ് സുഷിയും കൂടെ മേടിച്ചാൽ ഇവിടെ നമുക്ക് ഒരു നോർമൽ പ്രൈസ്, ഇപ്പം നമ്മൾ ദുബൈയിലാണേലോ അല്ലെങ്കിൽ സൗദിയിലാണേലോ ഒരു 500 റിയാൽ വരും. ഇവിടെ വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 120 റിയാലാണ്. അത്ര അഫോർഡബിളാണ്. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവായ ജാപ്പനീസ് ഫുഡ് ഇവിടെ ബാലിയിൽ.
ഫോർ ഡിന്നർ. ബൈ ബൈ. നമ്മൾ പാർക്ക് ചെയ്യുന്നത് ഇവിടാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു ഇവിടോട്ടാണ് പോയത്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ കടകളും അടയ്ക്കും. മഴ കാരണം നേരത്തെ അടയ്ക്കുമെന്ന് തോന്നുന്നു. കാര്യം അവർ 9:30 ആയപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് ലാസ്റ്റ് ഓർഡർ എടുത്തു.